ഇന്ന് ഞാൻ പറയാം ഉച്ചയ്ക്ക് ശേഷം ഉം ഒരു ഉം ഉച്ചയ്ക്ക് ശേഷം ഒരു യാത്രയുണ്ട് അതോടെ. ആ നേരത്തെ 12:30 പറഞ്ഞിട്ട് പെട്ടെന്ന് 10:30 ചോദിച്ചാൽ ആ അതാണ് ചോദിച്ചത്. ഓക്കെ. അല്ല, എന്നോട് പറഞ്ഞ് 12:30-ക്കൊക്കെ ഒരുങ്ങി നിക്കണോന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇനി ആ സമയത്ത് ഇനി എന്തേലും ഇത് വന്നു കഴിഞ്ഞാൽ ഓ, ഓക്കെ. വെറും ആത്മാർത്ഥത അല്ലേ? അതുകൊണ്ടാണ് ഇന്ന് വെറും കയറിയത്. ആത്മാർത്ഥത. യെസ്. നമുക്ക് ഇന്നലെ നമ്മൾ എവിടെയാ സ്റ്റോപ്പ് ചെയ്തത്? ഡൂവും ഡസന്റ് ഹാവും ആ ഹാസും അത് ഹാഡും കഴിഞ്ഞു. കഴിഞ്ഞു. ഹാസ് ഹാഡുവില് കഴിഞ്ഞു. ആ ക്വസ്റ്റ്യൻ ചോദിക്കാനും പഠിച്ചല്ലേ? ആ ആ എന്നാ നമുക്ക് ഈ കുറച്ചു നേരത്തേക്ക് ഒരു 15 മിനിറ്റ്സ് സ്പീക്കിംഗ് ടാസ്ക് നോക്കാം. ഇനി ഡൂവും ഡസന്റ് ഇടും പെട്ടെന്ന് എടുക്കുമ്പോൾ ഒരു ബോർ അടിക്കും. ഹാവും ഹാസും ഹാഡും ആ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോ ഓക്കെ ഞാൻ ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. 1 മിനിറ്റ് ഓഡിയോ ആണ്. ഓക്കെ. ബ്രിട്ടീഷ് ആക്സന്റ് ഓക്കെ ആയിരിക്കും. പിന്നെ മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് ഓക്കെ ഓക്കെ അതിനെ കുറിച്ച് സംസാരിക്കണം. ഓക്കെ. ഓക്കെ. പ്ലേ ചെയ്യട്ടെ. ആ ഓക്കെ. listenaminute.com. Accidents. I wonder how many accidents I've had in my life. I've had a few serious ones where I've ended up in hospital. Traffic accidents are the worst. They are always painful. I haven't had too many work-related accidents. I suppose that's because I do office work, and that's not so dangerous. Most of my accidents are those around the house. I've lost count of the number of times I've hit my thumb with a hammer. I'm also really good at standing up and hitting my head on something. I'm not as bad as my friend, though. He's a real accident looking for somewhere to happen. Almost every time we meet, he has some story to tell about his latest accident. He's quite unbelievable. I think I'd be very worried if I were his mother. ഓക്കെ. കഴിഞ്ഞു. ഓക്കെ. എന്തെങ്കിലും മനസ്സിലായോ? ആ എന്തൊക്കെയാ? ആ അതിന്റെ സ്ക്രിപ്റ്റ് കാണിച്ചു തരട്ടെ. അതും കൂടി ഫെബിൻ ഒന്ന് നോക്കിക്കോ. ആ എന്നിട്ട് ഓക്കെ. ഫെബിന്റെ വ്യൂ പോയിന്റും ഷെയർ ചെയ്യാം. ഈ ആ ടോപ്പിക് എന്തിനെ കുറിച്ചാണ്? ആക്സിഡന്റ്. ആ ഈ ആക്സിഡന്റ് എന്ന് പറയുമ്പം കുഞ്ഞ് ചെറിയ പരിക്കുകൾ വരെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ആക്സിഡന്റിൽ പെടുത്താം. അല്ലാതെ വലിയ റോഡ് ആക്സിഡന്റ്സ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എന്തും ഓക്കെ. നമുക്ക് പറ്റുന്ന എന്ത് ചെറിയ കുഞ്ഞ് ഇഞ്ചുറീസ് ആണെങ്കിൽ. ഓക്കെ. സോ ദിസ് ഇസ് കേട്ടതും വായിക്കുന്നതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഫെബിന് എല്ലാ പോയിന്റ്സും കിട്ടിയോ എന്നൊക്കെ ഒന്ന് നോക്കിക്കോ. ഓക്കെ. ഓക്കെ. ഉം. കേട്ടതും ലിസൺ ചെയ്തതും എന്തെങ്കിലും മിസ് ചെയ്തോ അതോ അതൊക്കെ തന്നെയാണോ കേട്ടത്? ആ അല്ല, മിസ് ചെയ്തിട്ടുണ്ട്. ഉം. എവിടെയൊക്കെയാ കുറെ പോയിന്റ്സ് പോയോ? അതോ ഒരു പെർസെന്റേജ് വെച്ച് കുറെ പറയുവാണെങ്കിൽ എത്ര? വേണ്ടില്ല, ഈ പ്രൊണൗൺസിയേഷന്റെ കുറച്ച് മാത്രമേ. ആ ഈ ഒരു ടാസ്ക് നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് അല്ലല്ലോ, ബ്രിട്ടീഷ് ആക്സന്റ് ആണ്. ഉം. അപ്പൊ നമുക്ക് അതിനോടൊരു പരിചയവും വരും, പേടിയും മാറും. പിന്നെ കുറെ കുറെ വേർഡ്സുകളുടെ ഷോർട്ട് ഫോംസും വേർഡ്സുകളൊക്കെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കിട്ടും. അതിനാണ് ഈ ഒരു ടാസ്ക് 1 മിനിറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത്. ഓക്കെ. സോ ഓക്കെ. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ദിസ് ആക്സിഡൻസ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആക്സിഡൻസ്. മാൻ മെയ്ഡ് ഉണ്ട്,
നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ട് അല്ലെ? ഉം. ആ യു ക്യാൻ കണക്ട് ഡിഫറെന്റ് തിങ്സ്. എന്നിട്ട് ഫെബിന്റെ വ്യൂ പോയിന്റ്, ഹാവ് യു മെറ്റ് വിത്ത് എനി സില്ലി തിങ്സ് ഇൻ യുവർ ലൈഫ്? അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടോ? ആക്സിഡന്റ്സ് അങ്ങനെയാണ്. ആ ഇപ്പൊ വീട്ടിലൊക്കെ ആണെങ്കിലും കത്തി കൊണ്ട് മുറിയുക, അങ്ങനത്തെ കാര്യങ്ങളും എന്താണെങ്കിലും. ഓക്കെ. യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ് ഹേർഡ്. എന്താണ് ലിസൺ ചെയ്തത് അത് വെച്ച് പറ, വായിച്ചത്. ഞാൻ സ്റ്റാർട്ട് ചെയ്തു തരാം. ഇൻ ആ ദിസ് ഓഡിയോ ദ സ്പീക്കർ ഇസ് ടോക്കിംഗ് അബൌട്ട്, ബാക്കി പറഞ്ഞു. അബൌട്ട് ആക്സിഡന്റ്സ്. ആ He got too many incidents ഉം, about the accidents, and he's saying the worst accidents is traffic accidents, ആ ആൻഡ് ഓൾസോ and also he also ended up in hospital. അതും പറയുന്നില്ലേ? yes, he ended up hospital, ഉം. ആ, and ഇവിടെ also ഇവിടെ ഒരു ഫ്രേസ് കിട്ടിയിരിക്കുന്ന ഒരു സെന്റൻസ് പാറ്റേൺ ആണ്. ഐ ഹാവ് ഹാഡ്. കേട്ടിട്ടുണ്ടോ? ഐ ഹാവ് ഹാഡ്. എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആണ് അതിന്റെ അർത്ഥം. എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഐ ഹാവ് okay. ഹാഡ് ഇൻ മൈ ലൈഫ്. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഐ ഹാവ് ഈറ്റൻ മൈ ലഞ്ച് അല്ലെങ്കിൽ ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനായിട്ടാണ് ഈ ഒരു സാധനം യൂസ് ചെയ്തത്. ഐ ഹാവ് ഹാഡ്. സ്റ്റക്കായോ? നെറ്റ് പ്രശ്നമുണ്ടോ? ഹലോ? എന്ത് എന്ത് പറ്റി? അറിയില്ല. ഓക്കെ. ഇനി കുഴപ്പമില്ല. പറഞ്ഞു പറഞ്ഞു. ഓക്കെ. And this ഇതേ speaker നോക്കി also പറയാതെ had വായി to ഇത് നോക്കി പറയണ്ട. നോക്കി പറയുമ്പോ അതിൽ തന്നെ നോക്കാൻ തോന്നും. കൈ നിട്ട് പറഞ്ഞു. വായിച്ചപ്പോ okay. മനസ്സിലായി. Okay. And this speaker also had too many work-related accidents with the hammer. He accidentally punched with hammer on his hand. thumbs, Thumb. hand. So, okay. So when he standing time also, he his head hit on some walls or something something upon head. He will hit with that. Okay. Then when he meet his friend laughs every time. He had to say about latest accident. Who? The speaker or that friend? His friend. No. Oh, his friends. Speaker's friends. Speaker's friend. ഒരു ഫ്രണ്ടേ ഉള്ളല്ലോ. Friend. Yes. He also have to talk about latest too many accidents. He also has he also has many accidents to narrate, അല്ലേ? Yes. Finally, with what thing he is ending that speech? അല്ലെങ്കിൽ സ്പീച്ച് അല്ല, ഈ ഒരു പാസേജ് എങ്ങനെയാ തീർക്കുന്നത്? How he ends his speech? അത് ശ്രദ്ധിച്ചില്ലല്ലേ? നമുക്കിതില് ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഐ വണ്ടർ ഹൗ മെനി ആക്സിഡൻസ് ഐ ഹാവ് ഹാഡ് ഇൻ മൈ ലൈഫ്. അപ്പൊ ഈ വണ്ടർ എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? ഐ വണ്ടർ, അതിന്റെ അർത്ഥം എന്താ? അത്ഭുതപ്പെടുത്തി. രണ്ടു മൂന്ന് അർത്ഥമുണ്ട്. എനിക്ക് കൺഫ്യൂഷൻ തോന്നാറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഡൗട്ട് അടിക്കാറുണ്ട്, എനിക്ക് ആശ്ചര്യം തോന്നാറുണ്ട്, അത്ഭുതം തോന്നാറുണ്ട്. ഐ വണ്ടർ ഹൗ ഹി ഗെറ്റ്സ് ഹൗ ഹി ഗോട്ട് ഫസ്റ്റ് ക്ലാസ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി അവൻ എങ്ങനെ ഈ ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്നുള്ളത്. അല്ലെങ്കിൽ ഐ വണ്ടർ വെദർ ഹി ക്യാൻ വിൻ ദ ഗെയിം. ഞാൻ ഡൗട്ട് അടിക്കുകയാണ് അവന് ജയിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഐ വണ്ടറിന് കുറെ മീനിങ്സ് ഉണ്ട്.
പറഞ്ഞത് മനസ്സിലായോ? കൺഫ്യൂഷൻ, ഡൗട്ട്, മനസ്സിലായി. അങ്ങനെ ഇല്ല ഇല്ല ഇല്ല. അങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോൾ വണ്ടർ യൂസ് ചെയ്യാം. അതുപോലെ ഐ ഹാവ് ഹാഡ് ഇൻ മൈ ലൈഫ്, എനിക്ക് ഉണ്ടായിട്ടുള്ള ആക്സിഡൻസ്, ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഐ ഹാവ് ഹാഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഓക്കെ. ഹാവ് ഹാഡ് മൈ ലഞ്ച്, ഞാൻ എന്റെ ലഞ്ച് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാനാണ് ഐ ഹാവ് ഹാഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉണ്ട് ഉണ്ട് ഉണ്ട്, ഐ ഹാവ് ഹാഡ്. ഐ ഹാവ് ഹാഡ് എ ഫ്യൂ സീരിയസ് വൺസ് വേർ ഐ ഹാവ് എൻഡഡ് അപ്പ് ഇൻ ഹോസ്പിറ്റൽ. പിന്നെ അദ്ദേഹം ഈ ഐ ഹാവ് എൻഡഡ്, നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതലും ഐ ഹാവ് ചെയ്ത്, ഐ ഹാവ് വെച്ച് പറയുവാണെങ്കിൽ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ചെയ്ത്, അങ്ങനെയാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഹാവ് യു ഓക്കെ. ഈറ്റൻ, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? യെസ്. അതപ്പോ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഐ ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഐ ഹാവ് ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഓക്കെ. കഴിച്ചിട്ടുണ്ട്. ട്രാഫിക് ആക്സിഡൻസ് ആർ ദ വേഴ്സ്റ്റ്, ദേ ആർ പെയിൻഫുൾ, ഐ ഹാവിൻറ്റ് ഹാഡ്. ഇതിൽ ആ ഒരു ഹാവിൻറ്റ് ഹാഡ് അല്ലെങ്കിൽ ഹാവ് ഹാഡിന്റെ യൂസേജ് ആണ് കൂടുതൽ വരുന്നത്. അവിടെ അദ്ദേഹം പറയുന്നത് ഓക്കെ. ഐ ഹാവിൻറ്റ് ഹാഡ്, എനിക്ക് വർക്ക് റിലേറ്റഡ് ആക്സിഡൻസ് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഫെബിൻ പറഞ്ഞത് ഉണ്ടെന്നല്ലേ? ഒരു ഇൻഡ് ഉണ്ട് അവിടെ, നോട്ട് ഐ ഹാവിൻറ്റ്, അല്ലാതെ ഐ ഹാവ് ഹാഡ് എന്ന് പറഞ്ഞിട്ടില്ല. ഐ സപ്പോസ് ദാറ്റ് ദിസ് ഇസ് ബിക്കോസ്, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് വർക്ക് റിലേറ്റഡ് ആക്സിഡൻസ് ഉണ്ടാകാത്തത്? യു ഡിഡന്റ് സ്പെസിഫൈ ദ റീസൺ. പറഞ്ഞില്ല, ഫെബിൻ പറഞ്ഞില്ലായിരുന്നു. ബിക്കോസ് ഹി ഈസ് ഡൂയിങ് ഓഫീസ് വർക്ക്. ഓഫീസ് വർക്കിൽ ആക്സിഡന്റ് കുറവല്ലേ, റൂമിലിരുന്ന് പണിയെടുക്കുക. മോസ്റ്റ് ഓഫ് മൈ ആക്സിഡൻസ് ആർ അറൌണ്ട് ദ ഹൗസ്. വീടിന് ചുറ്റിനും, വീട്ടിൽ വെച്ചാണ് പുള്ളിക്കാരൻ എപ്പോഴും ആക്സിഡന്റ് പറ്റുന്നത്. ഐ ഹവ് ലോസ്റ്റ് കൗണ്ട് ഓഫ് നമ്പർ ഓഫ് ടൈംസ് ഐ ഹിറ്റ്. നമ്മുടെ കൈ എവിടെങ്കിലും തട്ടുകയോ മുട്ടുന്നതിന് നമുക്ക് ഹിറ്റ് എന്ന് പറയാം. ഹിറ്റ് മൈ തം വിത്ത് ഹാമർ. ഹാമർ എന്താ, ചുറ്റികയല്ലേ? ഹിറ്റിന്റെ പാസ്റ്റ് എന്താ? ഹിറ്റ് എന്ന് പറയുമ്പം ഇടിക്കുക, തട്ടുക എന്നൊക്കെ ഉള്ള അർത്ഥം വരും. ഹിറ്റ് പാസ്റ്റ് എന്ത് വരും? ഹിറ്റ്, ഹിറ്റഡ്, ഹിറ്റൻ, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതിന്റെ പാസ്റ്റും ഫ്യൂച്ചറും എല്ലാം തന്നെ ഹിറ്റ് തന്നെയാണ്. ഹിറ്റ് ഹിറ്റ് ഹിറ്റ്. കട്ടും അതുപോലെയാണ്, CUT, കട്ട് കട്ട് കട്ട്. പുട്ടും അതാണ്, പുട്ട് പുട്ട് പുട്ട്. ഓക്കെ, ഈ 3 വേർഡ്സ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് ഓൾറെഡി അറിയാവുന്ന. കട്ട്, പുട്ട്, ഹിറ്റ്, ഹിറ്റ്. ഓക്കെ. Then I'm also really good at standing up and hitting my head on something. പിന്നെ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എണീറ്റ് നിന്ന് എവിടെങ്കിലും തലക്ക് തലക്ക് കിട്ടാറുണ്ടല്ലേ, എവിടെങ്കിലും ഒക്കെ കൊണ്ട് ഇടിപ്പിക്കാറുണ്ട്. ഹിറ്റിംഗ് മൈ ഹെഡ്. അപ്പൊ നമ്മുടെ തലയാണെങ്കിൽ എവിടെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ മൈ ഹെഡ് ഹിറ്റ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ തിങ്, അവിടെ ഇടിച്ചെന്ന് പറയാം. ഹിറ്റ് ഓൺ സംതിങ്. ഐ എം നോട്ട് ആസ് ബാഡ്. ഇവിടെ വേറൊരെണ്ണം പറയുന്നുണ്ട്, ഐ എം നോട്ട് ആസ് ബാഡ് ആസ് മൈ ഫ്രണ്ട്. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അത്രയും മോശക്കാരനല്ല ഈ ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഹി ഈസ് എ റിയൽ ആക്സിഡന്റ്. പുള്ളിക്കാരൻ പറ്റാറുണ്ടെന്നാണോ? എക്സാക്ട്ലി, അതെ അതെ അതെ. അദ്ദേഹം എവിടെ ചെന്നാലും ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ഒരാളാണ്, അറിയാതെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും. എവിടെങ്കിലൊക്കെ ഇങ്ങനെ ഒരു മെസ്സപ്പ് ക്യാരക്ടറാണ് അദ്ദേഹം, എല്ലാം കുളവാക്കാൻ. ഓക്കെ, ഓൾമോസ്റ്റ് എവറി ടൈം വി മീറ്റ് ഹി ഹാസ് സം സ്റ്റോറി. അത് ഓൾറെഡി ഫെബിൻ പറഞ്ഞു. ഹീസ് ക്വയറ്റ് അൺബിലീവബിൾ. ഈ ക്വയറ്റും ക്വൈറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? QUIET, QUITE. ഈ കോണ്ടെക്സ്റ്റ് വെച്ച് നോക്കുമ്പോ എങ്ങനെ കിട്ടും? മീനിങ് എന്ത് വരും? ക്വയറ്റ്, അൺബിലീവബിൾ. ഒരു സംഭവമാണെന്നല്ലേ? അദ്ദേഹം വിശ്വസനീയമായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത. ഹീസ് അൺബിലീവബിൾ. ഈ ക്വയറ്റ്, QUITEയുടെ അർത്ഥം കംപ്ലീറ്റ്ലി എന്നാണ്. ഓക്കെ, ഫുള്ളി അൺബിലീവബിൾ ആണ് അദ്ദേഹം. QUIET എന്ന് പറയുമ്പം സൈലന്റ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്. മനസ്സിലായോ? ETയും TEയും ഡിഫറൻസ് ഡിഫറെന്റ് ആണ്, അല്ല അതിന്റെ അർത്ഥം ഡിഫറെന്റ് ആണ്, മീനിങ്. I think I would be very worried if I were his mother. നമ്മള് I am happy യുടെ അർത്ഥം എന്താ? ഐ എം ഹാപ്പി.
സന്തോഷവാനാണ്. ആ അപ്പം അതിന്റെ പാസ്റ്റ് എങ്ങനെ വരും? ആ ആ ഐ ഐ ഹാഡ് ഹാപ്പി. ദൈവമേ, ഫെബിനെ, നമ്മള് ബി ഫോമും ഹാവും എല്ലാം പഠിച്ചിട്ട് ലാസ്റ്റ് കുളവായ. ഒന്നുകൂടെ സ്റ്റോറി. ഞാൻ ഹാപ്പി ആയിരുന്നു. ഉം. ഐ വാസ് ഹാപ്പി. ആ പിന്നെ ഐ ഹാഡ് ഹാപ്പി എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എനിക്ക് സന്തോഷം. ഐ ഹാഡ് ഹാപ്പി. ഐ ഹാഡ് ഹാപ്പി എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഐ വാസ് ഹാപ്പി. ഞാൻ ഇല്ലല്ലേ? ഹാപ്പി ആയിരുന്നു. ആ ഐ ഓക്കെ ഓക്കെ ഐ ഹാവ് ഹാപ്പി എന്ന് പറയുമ്പോ എനിക്ക് സന്തോഷം ഉണ്ടെന്നൊക്കെ വിചാരിക്കും, പക്ഷെ അതല്ല അതിന്റെ അർത്ഥം. ഓക്കെ. ഓക്കെ. ആ സോ ഐ വാസ് ഹാപ്പി. അപ്പൊ ഇവിടെ നമ്മൾ ഐയുടെ കൂടെ പാസ്റ്റ് വന്നാൽ എപ്പോഴും വാസ് അല്ലേ ഉപയോഗിക്കുന്നത്? അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. ഐയുടെ കൂടെ വാസ് അല്ലേ? അതെ അതെ. പക്ഷെ ഇവിടെ ഐ വേർ ഹിസ് മദർ എന്ന് പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ വന്നത്? ജസ്റ്റ് ഒരു ഒന്ന് ഗസ് ചെയ്യാവോ? അതെന്തുകൊണ്ടാണ് ഇഫ് ഐ വേർ ഹിസ് മദർ എന്ന് പറഞ്ഞത്? ഐ വാസ് ഹിസ് മദർ എന്ന് പറയാറുന്നല്ലോ. അത് ഉം, ചിലപ്പോ അയാള് അദ്ദേഹം ഉം, ഉം. അറിയില്ല. ഐ തിങ്ക് ഐ വുഡ് ബി വെരി വറീഡ് ഇഫ് ഐ വേർ ഹിസ് മദർ. ഇവിടെ ഞാൻ ആ ആ- മനസ്സിലായി. എന്താ പറഞ്ഞു? പറഞ്ഞു. മലയാളത്തിലാണോ? ആ അല്ല, അദ്ദേഹത്തിന് ഒരുപാട് ആക്സിഡന്റ് വരുമ്പോ ഉം. ഞാൻ അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നെങ്കിൽ ഒരുപാട് ആ ആ, വറിയായോ? വറി ചെയ്തു. പേടിക്കുമായിരുന്നു. ആ അറിയായിരുന്നു. അപ്പൊ ഐ വേറെ എന്താ വന്നത്? വാസ് വരാൻ വയ്യായിരുന്നോ? ഞാൻ ആയിരുന്നെങ്കിൽ ആ അതെ. അങ്ങനല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ അതൊക്കെ അറിയാല്ലേ? അത് യൂസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ നീയായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ എന്നൊക്കെ ആ പറയാനായിട്ട് നമ്മള് ഉണ്ട്. ഇഫ് ഐ വാസ് യു എന്ന് പറയത്തില്ല. ഐ വേർ യു എന്നാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഓക്കെ, അതൊരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറയുമ്പോൾ ഐ വേർ എന്നാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. എന്തെങ്കിലും എഴുതി വെക്കുവാണോ? ആർ യു റൈറ്റിംഗ് സംതിങ്? ആ ചില സോ ബാക്കി ആക്സിഡൻസിനെ കുറിച്ച് എന്താ ഫെബിൻ എന്താ പറയാൻ പറ്റുന്നത്? ഹാവ് യു മെറ്റ് വിത്ത് സം സില്ലി ആക്സിഡൻസ് ഇൻ യുവർ ലൈഫ് ഓർ സംതിങ്? ഐ ഗോട്ട് ഉം. ടു മച്ച് ആക്സിഡൻസ് in You are just like that speaker's friend? No. yeah. I also hit too much time with my Okay. head because Can you in one narrate? side. Can you narrate some things, some accidents that you met with? Okay, last time I'm working in site. I just Last taking time some. you were I was working in the site. നമ്മുടെ ടെൻസ് ഒക്കെ ഒന്ന് നോക്കണേ. ഇനി സംസാരിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചല്ലോ. Working on site. Last time I'm taking some this big nuts and bolts. You were working with nuts and bolts ആണോ? No, I'm taking from store. Oh, That time. yeah. Okay, that time one big bolt. Record big bolt. വരട്ടെ. താഴെ വീണെന്ന് എങ്ങനെയായിരുന്നു? നമ്മള് പ്രപ്പോസിഷൻ പഠിച്ചിട്ടുണ്ട്. മറ്റേ സാധനമൊക്കെ താഴത്ത് വീഴുന്നു പഠിക്കാനായിട്ട് എന്തായിരുന്നു പറഞ്ഞത്? പുട്ടല്ല, ഫോള്. ഫെൽ, വീണു. Fell from this store and it hit on my leg. Bolt means it was was it a huge bolt? Yeah, huge, maybe 2-3 kg. Oh my God. Then what happened? But we are using these safety boots. So we have too many this safety procedure. We need to put cover out for fire resist ചെയ്യുന്ന fire resist. So I used
ഫയർ റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ആക്സിഡന്റ് റെസിസ്റ്റന്റ് ബൂട്ട്സ് അല്ലേ? Yes, ഇറ്റ് yes. വാസ് എ ഹെവി ബൂട്ട്. സോ Yes, നത്തിങ് ഹാപ്പൻ, ഒന്നും സംഭവിച്ചില്ല, yes. എനിക്ക് പെയിൻ വന്നില്ല. Ah, ആ no. And also, last time when I'm cleaning one equipment, I'm using these safety glasses. സേഫ്റ്റി ഗ്ലാസ്സസ്. ആ Safety glass. And that time I take my safety glasses and when I'm cleaning time, one small ഉം. iron dust. ആ Iron dust കണ്ണിൽ വീണെന്ന് എങ്ങനെയാ പറയുന്നത്? ഇറ്റ് ഫെൽ ഇൻ ടു മൈ ഐസ്. നമ്മളെല്ലാം Fell വീണോന്ന് into my പറയാനായിട്ട് ഒരു വേർഡ് കിട്ടിയില്ലെങ്കിൽ fell. വീണു, ഫെൽ. Yeah, fell into കണ്ണിലേക്ക്. my eyes. It was ഓക്കെ, യു ഡിഡ്ന്റ് വെയർ ദാറ്റ്, ഡിഡ്ന്റ് യു വെയർ ദാറ്റ് ഗ്ലാസ്? safety glass. No. വൈ? I take off my glass that day. And at that moment itself it fell into That your moment, eyes. yeah. And then go to medic and he take that dust. Okay. Was it painful? Or did Yeah, it irritate your eyes? There is an itching sensation. ഒരു ചൊറിച്ചില് പോലെ itching sensation was but there. this iron dust, that was if something happened, that's why I go to medic and he take this dust. In our work site have medic and clinic. So medical clinic near your work site. No, every year we have one medic and this emergency. I was asking clinic. that camp, medical camp. What is that? Medical aid. Medic. We call it medic. So is that medic available near to you, or you have to? Our site have in our site every we have one medic and one ambulance and one clinic. So because very unsafe areas. So something happened. So you have this first aid or something. So working in that area, you should be you should be very careful, right? Yes. Okay. So ഇനി നമ്മൾക്ക് എത്ര മിനിറ്റും കൂടെ ഉണ്ട്? ഒരു 10 ഇല്ല, 7 to 8 minutes കൂടെ ഉണ്ട്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ടോപ്പിക്. ഇപ്പം കുഴപ്പമില്ലാതെയൊക്കെ സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? പുതിയൊരു ടോപ്പിക് റാൻഡം ആയിട്ട് സംസാരിക്കും. Yes. അപ്പോഴേ യു ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ് okay, you can talk or speak fluently. Simultaneously you should focus on that grammar. ഞാൻ സംസാരിക്കുമ്പം പാസ്റ്റ് കാര്യമല്ലേ പറയുന്നത്. സോ ഞാൻ മാക്സിമം വാസും ഹാഡും പാസ്റ്റ് ടെൻസും യൂസ് ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ സംസാരിക്കാം. അപ്പൊ കുറച്ചും കൂടി ഗ്രാമർ ഒക്കെ ശരിയാവും. പ്രസന്റ് പറയുമ്പോൾ ഇഷ്ടമുള്ളതൊക്കെ യൂസ് ചെയ്യും, പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, വാസും ഹാഡൊന്നും വേണ്ട, ഹാവും ഇസും ആറും വാസ് അതൊക്കെ വെച്ച് പറയാം. അത് മാത്രം കറക്റ്റ് ആക്കിയാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡു തുടങ്ങിയില്ലല്ലേ? വി ഡിഡ്ന്റ് സ്റ്റാർട്ട് ഡു. ഡിഡ് വി സ്റ്റാർട്ട് ഡു? ഇല്ല. ഇനി ഇത് കുറച്ച് ഇതാണ് നമ്മുടെ ടേബിൾ. ഓക്കെ, നമ്മളെല്ലാ ആക്ടിവിറ്റീസും ഫെബിൻ ഇപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് തന്നെയല്ലേ ആ ഹാവിന് കണ്ടതെന്നാണോ നോക്കിയത്? സെയിം ഫോർമാറ്റ് ആണ്, ഞാൻ വിചാരിച്ചു മറ്റേതായിരിക്കും. നമ്മളിപ്പോ ബി എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ബി ഫോം നമ്മൾ കണ്ടു, ആകുന്നു, ആയിരുന്നു എന്നൊക്കെ പഠിച്ചില്ലേ? എല്ലാം കൂടെ അത് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ഇതേണ്ടേ, നമ്മളിപ്പോ കവർ ചെയ്ത ഏരിയാസ് എന്തൊക്കെയാണ്? ഞാൻ ഇങ്ങനെ കേഴ്സർ കാണാലോ അല്ലേ സ്ക്രീനില്? ബി പഠിച്ചു. ആണ്, ആകുന്നു. അപ്പൊ നമുക്ക് ആം, ഇസ്, ആർ യൂസ് ചെയ്യാം അല്ലെ? എന്നിട്ട് ആയിരുന്നു എന്ന് പറയാനായിട്ട് വാസ്, വെയർ പറയാം. ആകും എന്ന് പറയാനായിട്ട് ഐ വിൽ ബി അല്ലെങ്കിൽ ഷീ വിൽ ബി, ദേ വിൽ ബി ഒക്കെ പറയാം. ക്ലിയർ അല്ലേ?
പിന്നെ നമ്മൾ ക്ലിയർ ആണ് പഠിച്ചത് ക്ലിയർ. ഹാവ് പഠിച്ചു അല്ലെ, ഉണ്ടെന്ന് പറയാൻ പഠിച്ചു. എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറയാനായിട്ട് അത് പഠിച്ചു, ഹാവും ഹാസും. അത് ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നില്ലേ ഇല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കാനായിട്ട് ഹാഡ് പഠിച്ചു. വിൽ ഹാവും പഠിച്ചു, ഉണ്ടാകും, ഫ്യൂച്ചറിൽ എനിക്ക് അവിടെ ജോലി സെറ്റ് ആകും, അല്ലെങ്കിൽ എനിക്കൊരു ജോലി അവിടെ ഉണ്ടാകും എന്നൊക്കെ പറയാനായിട്ട് ഐ വിൽ ഹാവ് എ ജോബ് ഇൻ ഗൾഫ്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡു ഫോം ആണ്, ഈ 3 ടേബിൾ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ഡെയിലി ഇപ്പം ഫെബിൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഡു വെച്ചാണ് ചെയ്യുന്നത്. ഡു ഹൈഡ് ചെയ്ത് കിടക്കുവാണെന്നേ ഉള്ളൂ. അത് ഞാൻ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ കാണിച്ചു തരാം. സോ ഫസ്റ്റ് നമ്മൾ അതിന്റെ ഫോമാറ്റ് തന്നെ പഠിച്ചു പോവാം. ഒരു ഒറ്റ എക്സാമ്പിൾ വെച്ച് മാത്രം നമുക്ക് പഠിക്കാം, എന്നിട്ട് എക്സ്പേർട്ട് ആയിട്ട് ഡെയിലി കാര്യങ്ങളെല്ലാം ഈ ഡു ഫോം ഉപയോഗിച്ച് പറയാം. സോ ഇവിടെ ആണെങ്കിലും അയ്യോ ദേവി പ്ലൂറല് വരുവാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നു എന്ന് പറയാനായിട്ട് ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഐ ഡു മൈ ഡ്യൂട്ടി. യു ആണെങ്കിലോ ഡ്യൂട്ടിയോ ടാസ്കോ വർക്കോ എന്തെങ്കിലും വെച്ച് പറയാം. വർക്ക് വെച്ച് പറഞ്ഞു, നീ നിന്റെ വർക്ക് ചെയ്യുന്നു എന്ന് എങ്ങനെ പറയും? ഡു യുവർ വർക്ക്. നീ നിന്റെ വർക്ക് ചെയ്യുന്നു, നീ നിന്റെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതെങ്ങനെ പറയും? ഞാനിപ്പോ പറഞ്ഞതിന്റെ മുമ്പ് അതിനെ റീപ്ലേസ് ചെയ്ത് യു ഇട്ടാ മതി. യു ഡു യുവർ വർക്ക്. യുവർ വർക്ക്. ഇടയ്ക്ക് കിളി പോയോ? ഇടയ്ക്ക്. അടുത്തത്, അവരവരുടെ വർക്ക് ചെയ്യുന്നു എന്ന് എങ്ങനെ പറയും? അവരവരുടെ ഫെബിൻ നോക്കുമ്പം ഫെബിന്റെ കീഴിലുള്ളവര് ആൾക്കാരെല്ലാരും സ്റ്റാഫ് എല്ലാം അവരവരുടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷ് പറയും? അവർ അവരുടെ വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണോ? അവരവരുടെ വർക്ക് ചെയ്യുന്നു. ഡൂയിങ് their work. അപ്പൊ അതിന്റെ അർത്ഥം അവരിപ്പൊ ചെയ്തോണ്ടിരിക്കുവാണെന്നാണ്. നമ്മൾ അതിലോട്ടൊന്നും ഇപ്പൊ They പോകണ്ട, do their work. അത്രേ ഉള്ളൂ. They do their work. They do their work. ഇനി നമ്മൾ നമ്മുടെ ജോലി ചെയ്യുവാണ് അല്ലെങ്കിൽ ചെയ്യുന്നു എന്നെങ്ങനെ പറയാം? നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു. We do our work. We do our work. ഇനി എന്താ, ആൾക്കാർ അല്ലെങ്കിൽ പണിക്കാര്, ലേബറേഴ്സ് അവരുടെ വർക്ക് ചെയ്യുന്നു എന്നെങ്ങനെ പറയും? Laborers do their work. ലേബറേഴ്സ് ഡു their വർക്ക് അല്ലെങ്കിൽ വർക്കേഴ്സ് ഡു their വർക്ക്. ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആണ്. തെറ്റിക്കുവോ ഇനി? ഇല്ല. മറക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നാളെ എന്തായാലും ക്ലാസ് ജോയിൻ ചെയ്യുമോ? നാളെ സാറ്റർഡേ ആണോ? ഇന്ന് ഫ്രൈഡേ. നാളെ ഉണ്ടാകത്തില്ലേ? ഫ്രൈഡേ. നാളെ ഫ്രൈഡേ. നാളെ ടൈമിൽ ഒരു ചേഞ്ച് വന്ന ഓക്കെയാണോ? ഓക്കെയാണ്. ഞാൻ മുമ്പേ പറയാം. ശരി. നേരത്തെ വരുവാണെങ്കിൽ ഞാൻ എന്തായാലും കറക്റ്റ് ടൈമിൽ കയറാം. പക്ഷെ എന്തേലും അതിന്റെ ഇടയിൽ എന്തേലും വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാം. അല്ല, അവിടെ വൈഫൈ ഒക്കെ ഇല്ലേ? ഉണ്ട്, പക്ഷെ ഇവിടുന്ന് അവിടെ ഒരു 4 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അപ്പം ഇന്നത്തെ എന്തായാലും തീർന്നല്ലോ. നാളെ നമ്മള് വേണമെങ്കിൽ അവിടെ വെച്ച് ഫെബിൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ നെറ്റ് കണക്ഷൻ അത് പറ്റും. റേഞ്ച് ഉള്ള ഞാനത് വരുന്ന ടൈം ഈവനിങ് ആണെങ്കിൽ ഞാൻ മോർണിംഗ് പറയാം. എങ്കിൽ മോർണിംഗ് ഇത് ഈ ടൈമിലൊന്ന് എടുക്കാം. ശരി. മിസ്സിന് ഓക്കെ ആണെങ്കിൽ. എനിക്ക് ഓക്കെയാണ്. എന്നാ നമുക്ക് നാളെ ഡസ് നോക്കാം അല്ലേ? വേണമെങ്കിൽ ഡസ് ഇപ്പൊ തന്നെ ഹീ ഷീറ്റ് സിംഗുലർ ആണെങ്കിൽ ഡൂവിന് പകരം ഡസ് ആയിരിക്കും, അത്രേ ഉള്ളൂ. ഷീ ഡസ് ഹർ വർക്ക്, അരുൺ ഡസ് ഹിസ് വർക്ക്, ഇറ്റ് ഡസ് ഹിസ് വർക്ക്. ഓക്കെ. ഞാൻ ഓൾറെഡി ഇത് PDF ഷെയർ ചെയ്തിട്ടുണ്ട്. മിസ് ആയിട്ടുണ്ടെങ്കിൽ ഡു ഇൻഫോം കേട്ടോ. സോ താങ്ക് യു. ഹാപ്പി ജേർണി. താങ്ക് യു.